സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിന്റെ തലക്കെട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ജൂതരെ കൂടി രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതിക്ക് നെതന്യാഹു സർക്കാർ അംഗീകാരം നൽകി എന്നതാണ് വാർത്ത. ഇതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളാണ് ഇസ്രയേലിനുള്ളത്. അതിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് നെതന്യാഹുവിന് തിരിച്ചടിയായ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അതിങ്ങനെയാണ്: ഇസ്രയേൽ പൗരന്മാരിൽ 27% പേരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുന്നു എന്നതാണ് ആ വാർത്ത. നെതന്യാഹു സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയാണ് അവർ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നത്. നിരവധി ശ്രദ്ധേയമായ കാരണങ്ങളാണ് പൗരന്മാർ പങ്കുവയ്ക്കുന്നത്. അതായത്, ഒരു വശത്ത് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ജൂതന്മാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നു, മറുഭാഗത്ത് ഇസ്രയേലികൾ രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നു. സങ്കീർണമായ സാഹചര്യമാണ് ഇസ്രയേലിൽ ഉടലെടുക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നിലവിൽ നെതന്യാഹു സർക്കാർ കടന്നു പോകുന്നത്. അതിനിടയ്ക്കാണ് ഇസ്രയേലി പൗരന്മാരുടെ കടുത്ത അതൃപ്തിയുടെ വാർത്തകളും പുറത്തു വരുന്നത്. ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിപുലമായ ഒരു സർവേയിലാണ് ഇസ്രയേലി പൗരന്മാരിൽ 27% പേരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത്. മൊത്തം ജനസംഖ്യയുടെ 1/4 പേർ രാജ്യം വിടാൻ ആലോചിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. നെതന്യാഹുവിന്റെ നയങ്ങൾ ഇസ്രയേലിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മിക്കവരും സർവേയിലൂടെ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ 18 മാസമായി തുടരുന്ന യുദ്ധങ്ങളും രാജ്യത്തിനകത്തെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇസ്രയേലി പൗരന്മാരെ നാട് വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രധാനമായും പ്രേരിപ്പിക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ നയങ്ങളോടുള്ള കടുത്ത അതൃപ്തിയും പൗരന്മാർ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണങ്ങളാണ്. പലരും തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച ഭാവിയും സുരക്ഷിതമായ അന്തരീക്ഷവും നൽകാൻ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലേക്കോ കുടിയേറാൻ ആഗ്രഹിക്കുന്നു. ഈ സർവേ ഫലത്തെ നമ്മൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ അറബ് വംശജരായ ഇസ്രയേലികളിൽ 30% പേർ രാജ്യം വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. ഇസ്രയേലിൽ വളരെയധികം വിവേചനം നേരിടുന്നവരാണ് അറബ് വംശജരായ ഇസ്രയേലികൾ. ഇസ്രയേലിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് ഇത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 21% വരും ഈ അറബ് ഇസ്രയേലികൾ. 1948 അറബ് ഇസ്രയേൽ യുദ്ധകാലത്ത് ഇസ്രയേലിൽ തുടരുകയും പിന്നീട് ഇസ്രയേലി പൗരത്വം കിട്ടുകയും ചെയ്ത പലസ്തീനികളുടെ പിന്മുറക്കാരാണ് ഇവർ. ഇവരിൽ ഭൂരിഭാഗം പേരും മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ളവർ ക്രിസ്ത്യാനികളും ഡ്രൂസ് വിഭാഗത്തിൽ പെട്ടവരുമാണ്. നിയമപരമായി ഇസ്രയേലിൽ ഇവർക്ക് തുല്യ അവകാശങ്ങൾ ഉണ്ട് എങ്കിലും പുതിയ കാല ഇസ്രയേലിൽ ഇവർ സാമൂഹ്യമായും സാമ്പത്തികമായും വലിയ വിവേചനം നേരിടുന്നു എന്നാണ് പരാതികളുള്ളത്. അതേസമയം ഇത്തരം വിവേചനമൊന്നും നേരിടാത്ത ജൂത ഇസ്രയേലികളിൽ 26% പേരും സമാനമായി രാജ്യം വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതായത്, വലിയ വിവേചനം നേരിടുന്ന വിഭാഗവും ചിന്തിക്കുന്നു, നേരിടാത്ത വിഭാഗവും ചിന്തിക്കുന്നു. മതവിശ്വാസം കുറഞ്ഞ മതേതരായ ജൂതന്മാരും രാഷ്ട്രീയമായ ഇടതുപക്ഷ നിലപാടുള്ളവരുമാണ് കൂടുതലും രാജ്യം വിടാൻ താല്പര്യപ്പെടുന്നത് എന്ന് സർവേ സൂക്ഷ്മമായി പറയുന്നു. 60% യുവ മതേതര ജൂതന്മാരും വിദേശ പാസ്പോർട്ടുള്ള 80%-ഓളം ഉയർന്ന വരുമാനമുള്ളവരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. തീവ്ര ജൂതപക്ഷക്കാർക്ക് ഇത്തരം താല്പര്യം കുറവാണ്. പക്ഷെ തീരെ താല്പര്യം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്കും താല്പര്യമുണ്ട്. ആഭ്യന്തരമായ അരക്ഷിതാവസ്ഥയ്ക്ക് അപ്പുറം മറ്റ് ജീവിത പ്രശ്നങ്ങളും ഇസ്രയേലികളെ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. ഇസ്രയേലിലെ ഉയർന്ന ജീവിത ചെലവാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് വീട്ടുവാടക, ഭക്ഷണം, വൈദ്യുതി എന്നിവയ്ക്കുള്ള ചെലവ് പലർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, നിലവിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും കാരണം ഇസ്രയേലിലെ ജീവിതം പലർക്ക് മാനസികമായ വലിയ ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട്. ഏത് നിമിഷവും സംഘർഷം ഉടലെടുക്കാം, ഏത് നിമിഷവും മിസൈൽ പതിക്കാം, ഏത് നിമിഷവും യുദ്ധമുണ്ടാകാം എന്നുള്ള ചിന്ത പലരെയും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു. യുദ്ധത്തെയും സംഘർഷത്തെയും പേടിക്കാത്ത ജീവിതം വേണമെന്ന് സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഉള്ള ഒരു കണക്ക് ഞാൻ പറയാം. 1,25,000-ലധികം ഇസ്രയേലികൾ രാജ്യം വിട്ടതായി ഇസ്രയേലിന്റെ പാർലമെന്റായ നെസറ്റിന്റെ റിപ്പോർട്ടിൽ തന്നെ സ്ഥിരീകരിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ 1,25,000-ലധികം ഇസ്രയേലികൾ രാജ്യം വിട്ടു എന്നാണ് ഇസ്രയേലിന്റെ പാർലമെന്റ് തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇത് ഒരു സുനാമി പോലെയാണ് എന്നാണ് ചില എംപിമാർ വിശേഷിപ്പിച്ചത്. പുതിയ സർവേ പ്രകാരം ഈ കണക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന.
കാരണം ഇസ്രയേൽ രാഷ്ട്രീയത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നെതന്യാഹു അധികാരത്തിന് വേണ്ടി കൂടെ നിർത്തിയിരിക്കുന്ന തീവ്ര ജൂതപക്ഷ രാഷ്ട്രീയക്കാരാണ്. ജൂതപക്ഷ രാഷ്ട്രീയക്കാരല്ല, തീവ്ര ജൂതപക്ഷ രാഷ്ട്രീയക്കാരാണ്. ഇവരുടെ പല പ്രവൃത്തികളും നയങ്ങളും സാധാരണ ഇസ്രയേലികളെ അലോസരപ്പെടുത്തുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീവ്ര ജൂതപക്ഷം രാജ്യത്ത് പലയിടത്തും നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ പാർട്ടിയെ പോലും മറികടന്ന് പല നിർണായക തീരുമാനങ്ങളും തീവ്ര ജൂതപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബാങ്ക് ബിൽ നെസറ്റിൽ പാസ്സായത് ഇതിന് ഉദാഹരണമാണ്. തീവ്ര ജൂതപക്ഷ രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് രാജ്യത്തിന്റെ ഭരണം ഒടുവിൽ ചെന്നെത്തുമോ എന്നുള്ള ഭയം സാധാരണ ഇസ്രയേലികൾക്ക് ഉണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇതും രാജ്യം വിടാൻ ഇസ്രയേലികൾ തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എന്തായാലും സർവേ ഫലം നെതന്യാഹു സർക്കാരിന് വലിയ തിരിച്ചടിയാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി എന്തിനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതരെ ഇസ്രയേൽ സർക്കാർ നാട്ടിലേക്ക് എത്തിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് വരാം. കുറച്ചുപേർ നാട് വിടാൻ ഒരുങ്ങുമ്പോൾ മറ്റു ചിലരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ബാലൻസിങ്ങിന്റെ ഭാഗമല്ല. അതിന് പിന്നിലെ ലക്ഷ്യം ഇതാണ്: ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശത്തിന് വേഗത നൽകുക. അതായത്, ഇപ്പോൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ജൂത സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് അവിടം കൂടി ഇസ്രയേലിന്റെ ഭാഗമാക്കുക എന്ന പഴയ തന്ത്രം തന്നെ. ഇങ്ങനെ സെറ്റിൽമെന്റ് ഇടാൻ ഇപ്പോൾ ഇസ്രയേലിൽ ആളെ കിട്ടാത്തത് കൊണ്ട് പുറത്തു നിന്നുള്ള ജൂതന്മാരെ എത്തിക്കുന്നുവെന്ന് മാത്രം. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിലുള്ള ജൂതരെ എത്തിക്കാനുള്ള പദ്ധതിക്കാണ് ഇസ്രയേലി സർക്കാർ അംഗീകാരം നൽകിയത്. ബിനായി മെനേഷെ എന്ന ജൂത സമൂഹത്തിലെ അവശേഷിക്കുന്ന 5800 പേരെ കൂടി 5 വർഷത്തിനകം ഘട്ടം ഘട്ടമായി ഇസ്രയേലിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. ബിനായി മെനേഷെ വിഭാഗത്തിന്റെ ജൂത പാരമ്പര്യം വളരെ കാലമായി ഒരു ചർച്ചാ വിഷയമായ കാര്യമാണ്. 2005 ഇവരെ ഇസ്രയേലികളുടെ പിൻഗാമികളായി അംഗീകരിച്ചത് തന്നെ. ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ് അസീറികൾ, അതായത് പൗരാണിക ക്രിസ്ത്യാനികൾ നാടുകടത്തിയ 10 ഗോത്ര വിഭാഗങ്ങളിൽ ഒന്നാണ് ബിനായി മെനേഷെ വിഭാഗമെന്നാണ് കരുതുന്നത്. നിലവിൽ ഈ വിഭാഗത്തിലുള്ള ഏകദേശം 2500ഓളം ആളുകൾ ഇപ്പോൾ ഇസ്രയേലിലുണ്ട്. അവർ ഇസ്രയേലി സൈന്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വിഭാഗത്തിലുള്ളവരെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇസ്രയേലിൽ ഉള്ളവരുമായി കൂട്ടിയോജിപ്പിച്ച് ഈ വിഭാഗത്തിന്റെ സാമൂഹിക ചുറ്റുപാട് ശക്തിപ്പെടുത്താനാണ് സർക്കാർ പദ്ധതി എന്നാണ് ഇസ്രയേലിന്റെ ഔദ്യോഗികമായ വിശദീകരണം. അധിനിവേശ ഫലസ്തീനിലല്ല ഇവരെ താമസിപ്പിക്കുക എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. വടക്കൻ പ്രദേശമായ നോഫ് ഹഗലിൽ പോലുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ പാർപ്പിക്കുക എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ വിശദീകരിക്കുന്നത്. വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും ഇസ്രയേൽ വിശദീകരിക്കുന്നു. കുടിയേറ്റക്കാർക്ക് താമസ സൗകര്യം, ഹീബ്രു ഭാഷാ പരിശീലനം, തൊഴിൽ സഹായം തുടങ്ങിയവ നൽകാൻ 240 കോടി രൂപയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ജൂത വിഭാഗങ്ങളെ ഇസ്രയേലിലേക്ക് എത്തിക്കാനും സർക്കാരിന് പദ്ധതിയുണ്ടെന്നാണ് നെതന്യാഹു സർക്കാർ പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഉയരാൻ സാധ്യതയുള്ള എതിർപ്പിനെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ഇന്ത്യയിൽ നിന്നെത്തുന്നവരെ വടക്കൻ ഇസ്രയേലിലാണ് പാർപ്പിക്കുക എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. അതായത്, അധിനിവേശ പലസ്തീനിലല്ല, വടക്കൻ ഇസ്രയേലിലാണ് പാർപ്പിക്കുക എന്ന് വിശദീകരിക്കുന്നത്. ലെബനോനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി പേർ ഒഴിഞ്ഞുപോയ പ്രദേശമാണ് വടക്കൻ ഇസ്രയേലിലെ ഗലീലി പ്രദേശം. ആ പ്രദേശത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നുള്ളവരെ താമസിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഇപ്പോൾ പറയുന്ന നോഫ് ഹഗലിൽ. ഇതും ഒരു അധിനിവേശ പ്രദേശം തന്നെയാണ്. അത് പക്ഷേ ഇപ്പോൾ കയ്യേറിയ പ്രദേശമല്ല, വളരെ നേരത്തെ ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പ്രദേശമാണ്. നമുക്കറിയാം, പലസ്തീൻ അധിനിവേശം നെതന്യാഹു സർക്കാരിന്റെ പ്രധാന നയമാണ്. പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം സെറ്റിൽമെന്റ് സ്ഥാപിച്ച് അവിടെയുള്ള പലസ്തീനികളുമായി പ്രശ്നമുണ്ടാക്കി അവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് അല്ലെങ്കിൽ ഓടിച്ച് ആ പ്രദേശം സ്വന്തമാക്കുക എന്നതാണ് മിക്കപ്പോഴും കണ്ടുവരുന്നത്. അത് ഗാസയിൽ മാത്രമല്ല, വടക്കൻ ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം കണ്ടുവരുന്ന കാര്യമാണ്. വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ പലസ്തീൻകാരുടെ ഒലീവ് കൃഷിയെ നശിപ്പിച്ചാണ് കുടിയേറ്റ ഇസ്രയേലികൾ ആ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത്. പലസ്തീനുകളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഒലീവ് കൃഷി. അതിൽ നിന്നുള്ള എണ്ണയാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സ്. മാത്രമല്ല, പലസ്തീൻ സംസ്കാരത്തിന്റെ ഭാഗവുമാണ് ഒലീവ് കൃഷി. അതിനെ നശിപ്പിച്ച് സാമ്പത്തികമായ പലസ്തീനികളെ തകർത്ത് അവിടേക്ക് ഇസ്രയേലി കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് സെറ്റിൽമെന്റ് സ്ഥാപിച്ച് അവിടെ താമസിപ്പിക്കുക, അതാണ് ചെയ്യുന്ന രീതി. അതിന് തീവ്ര ജൂതപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും മന്ത്രിമാരുടെയും പിന്തുണയുമുണ്ട്.
ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകരെ വരെ ഇവർ ആക്രമിക്കുകയാണ്. ഗാസയിൽ ഹമാസിന്റെ പേരിലാണ് ആക്രമണമെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ വിശുദ്ധ മണ്ണിന്റെ പേരിലാണ് കയ്യേറ്റം നടക്കുന്നത്. പലസ്തീനികളുടെ കൃഷി നശിപ്പിച്ച് ഇങ്ങനെ കുടിയേറ്റം നടത്തുന്നവർക്ക് വലിയ തോതിലുള്ള ഫണ്ടാണ് ഇസ്രയേലി സർക്കാർ അനുവദിച്ച് നൽകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോഴാണ് മറുഭാഗത്ത് രാജ്യത്തെ അരക്ഷിതാവസ്ഥയെ ഭയന്ന് ഇസ്രയേലികൾ കൂട്ടത്തോടെ രാജ്യം വിട്ടുപോകുന്നത്. വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രത്യാഘാതം അല്ലെങ്കിൽ അസമത്വം ഈ പൗരന്മാരുടെ നാടുവിടൽ രാജ്യത്ത് സൃഷ്ടിക്കുന്നു എന്നാണ് പല അന്തർദേശീയ വിദഗ്ധരും ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പ്. കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ രാജ്യത്തുള്ളവരെ ഇവിടെ നിലനിർത്താനാണ് ഇസ്രയേലി സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. ഇസ്രയേൽ താമസിക്കാൻ കൊള്ളാത്ത നാടായി മാറിയെന്ന സന്ദേശമാണ് പൊതുവെ പൗരന്മാരുടെ ഈ നാടുവിടൽ നൽകുന്നത്. അന്തർദേശീയ തലത്തിൽ ഇസ്രയേലിനും നെതന്യാഹുവിനും ഈ വാർത്തകൾ നാണക്കേടുമാണ്. എന്താണ് ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.